ഹലോ. അപ്പോൾ ഇന്നൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. രാത്രി 1:30 ആയപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ രാവിലെ 10 മണി ആയപ്പോഴാണ് മഴയൊന്ന് തോർന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിള്ളേരെയൊക്കെ കുളിപ്പിക്കാമെന്ന് കരുതി. അവരെ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴാണ് കുളിപ്പിക്കാറ്. അപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി, തണുപ്പൊക്കെ അല്ലേ. അപ്പം അമ്പാടിയും കുഞ്ഞിക്കുട്ടിനെയും എണ്ണയൊക്കെ തേപ്പിച്ച് കിടത്തി കേട്ടോ. അപ്പം അമ്പാടി മിറ്റം നടപ്പുണ്ട്. അതിന് ശേഷം പിന്നെ അടുക്കളയിലോട്ട് വന്നു. ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ച ഉണ്ണിയപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 10 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അതിനുശേഷം ഞാൻ പിന്നെ പിള്ളേർക്ക് കുളിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റായിരുന്നു കേട്ടോ. തലേദിവസം ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വട്ടയപ്പം ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ വട്ടയപ്പമൊക്കെ രാവിലെ ആയിട്ട് ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് അധികം ആരും എടുത്തില്ല. കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി 1-2 പീസൊക്കെ എടുത്തേ ഉള്ളൂ, കാരണം കറിയൊന്നും ഉണ്ടാക്കില്ല. ഇനി അതിനെന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം. അപ്പോൾ സോയാബോൾ കറി വെക്കാമെന്നാണ് കരുതിയേക്കുന്നത്. പിന്നെ ഞാൻ പിള്ളേരെ മേത്തൊക്കെ എണ്ണ പിടിക്കുന്ന സമയം കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മ ഇവിടെ ചോറ് വെക്കുവാണ് കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട, മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം തിരുമിയിട്ട തുണിയാണ് എല്ലാം അവിടെ വിരിച്ചിട്ടേക്കുവാണ്. മൊത്തം മഴയത്ത് നനഞ്ഞു പോയി. നമുക്ക് വെള്ളമുണ്ടൊക്കെ ആയതുകൊണ്ട് എടുത്തങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് നേരം മിറ്റം വഴിയൊക്കെ നടന്നു. ഇത് കഴിഞ്ഞ ദിവസം അനിയൻ പണിക്ക് പോയപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ചെടികളാണ്. അവന് നല്ല, ഞങ്ങൾക്ക് ചെടികൾ പൊതുവെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ ഞാനാണെങ്കിലും കൊണ്ടുവരും. നേരത്തെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ പുറത്തോട്ടൊന്നും പോകാത്തതുകൊണ്ട് കൊണ്ടുവരാറില്ല. അപ്പോൾ അനിയൻ പണിക്ക് പോയപ്പോഴത്തേനും കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ വഴിയിൽ നിന്ന് കയറി വന്ന ഈ ഒരു സ്ഥലത്തായിട്ടാണ് വെച്ചേക്കുന്നത്. മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്പാടി ഓടി നടക്കുന്നതുകൊണ്ട് അവനത് പറിച്ച് കളയും കേട്ടോ. പിന്നെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് 2 പേരെയും ഇവിടെ കിടത്തി കേട്ടോ. 2 പേരും കുറച്ച് നേരം കിടന്ന് കളിക്കും. അതിന് ശേഷം 2 പേരെ ഉറക്കണം. എന്നിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിരുന്ന സമയത്ത് ഭയങ്കര മഴ. കുളിക്കാൻ പോകാനായിട്ട് യാതൊരു രക്ഷയില്ല. പെരുത്ത മഴയാണ് കേട്ടോ. അപ്പം അമ്പാടിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുടെ സൗണ്ട്, ഇടി കുടുങ്ങണ സൗണ്ട്, മിന്നൽ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്പാടിക്ക് ഭയങ്കര പേടിയാണ്. അമ്പാടി ചാടി മേത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് വന്ന് വീഡിയോസൊക്കെ എടുത്തു ഇരിക്കുന്ന സമയത്ത് അമ്പാടി ചാടി മേത്ത് കയറി. ഇനി അമ്പാടി ഇപ്പം എങ്ങും ഇറങ്ങത്തില്ല. ആ ഒരു മഴ മാറിയതിന് ശേഷമാണ് ഇനി അവൻ ഇറങ്ങത്തുള്ളൂ കേട്ടോ. അങ്ങനെ 2 പേരെയും പിന്നെ മഴയൊക്കെ മാറിയതിന് ശേഷം ഞാൻ പിന്നെ 2 പേരെ ഉറക്കി. അമ്പാടീൻ്റെ പാട്ടൊക്കെ കേൾപ്പിച്ച് ഉറക്കി. അതിന് ശേഷം കുഞ്ഞുവാവിനെ ഉറക്കി. 2 പേരെയും കണ്ണൊക്കെ എഴുതിച്ച് അതിന് ശേഷം ഞാൻ പിന്നെ പോയി കുളിച്ചു. ഞാൻ കുളിച്ചിട്ട് വന്ന ഉടനെ 2 പേരും എഴുന്നേറ്റു. കുഞ്ഞാവ് എണീറ്റ് ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. അമ്പാടി എണീറ്റ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ വീഡിയോസൊക്കെ കുറച്ച് എടുത്തു. അമ്പാടിയോട് ഞാനാണെങ്കിൽ ഒരു ഹായ് തരാൻ പറഞ്ഞു കേട്ടോ. കുഞ്ഞതല്ലേ, അപ്പോൾ അതിനറിയത്തില്ല. അപ്പോൾ ഒരു ഹായ് തന്നെ അമ്പാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഹായ് തരാൻ പറഞ്ഞതിന് പകരം അവനാണെങ്കിൽ ടാറ്റ തന്നാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്തു. അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കുറച്ച് നേരം കിടന്നു. അതിന് ശേഷം പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോഴത്തേക്കുമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ മാമനും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഗ്യാസ് കുറ്റി വീട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ്. കുറേ നാൾ കൂടിയിട്ടാണ് അവർ വരുന്നത്. അതായത് കുഞ്ഞിക്കുട്ടൻ്റെ 28 കെട്ട് കഴിഞ്ഞതിന് ശേഷം പോയതാണ് കേട്ടോ. പിന്നെ ഇന്നാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു സ്നേഹപ്രകടനമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം മഴയാണ്, തിരുതിരയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് അവർക്ക് അടുത്ത മഴയ്ക്ക് മുമ്പ് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നിന്നാണ്. മാമനൊരു കല്യാണ ഫംഗ്ഷനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയ കാര്യമൊക്കെ ഇരുന്ന് പറയുവാണ്. അവൾ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ പറയുമായിരുന്നു. അതിനുശേഷം അവർ പോയതിനൊക്കെ ശേഷം ഞാൻ പിന്നെ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് സോയാബോൾ കറി ഉണ്ടാക്കാമെന്ന് കരുതി അടുക്കളയിലോട്ട് വന്നു കേട്ടോ. സോയാബോൾ ഇങ്ങനെ ഇറച്ചിക്കറി ഉണ്ടാക്കും പോലെ വെക്കാമെന്ന് കരുതി. ഞാൻ സാധാരണ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇത്തവണ അതിന് വേണ്ടിയിട്ട് ചാറുകറി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാ കൂട്ടവും അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചു. എല്ലാം പെട്ടെന്ന് കറിയൊക്കെ വെച്ചു കേട്ടോ. കാരണം ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തില്ല. ഫോണിൽ ചാർജ് കുറവായിരുന്നു. പിന്നെ മഴയായിരുന്നു, ഇടയ്ക്ക് കറണ്ട് പോക്ക് കേട്ടോ. പിന്നെ എനിക്ക് പനി കാരണമാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.